ഇതാണ് ഗ്ലാസ്ഗോ സയൻസ് സെൻറ്റർ. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളറിയാത്ത ഒരു ശാസ്ത്ര കുതുകി മറിഞ്ഞു കിടപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്തൊക്കെയോ ആഗ്രഹിച്ച് എന്തൊക്കെയോ പരീക്ഷണങ്ങൾ ബാക്കി കിടപ്പുണ്ടെങ്കിൽ, കമോൺ, ഇതാണ് നിങ്ങൾക്ക് പറ്റിയ സ്ഥലം. ഇനി നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ, പിള്ളേർക്ക് വേണ്ടി. നമുക്കറിയത്തില്ല, പിള്ളേരെ നമ്മൾ ഭൂരിഭാഗം പേരും കംപ്ലയിൻറ്റ് ചെയ്യുന്നതാണ്, പിള്ളേർ ഒരിടത്ത് ഒന്നിനും കെയർ ചെയ്യുന്നില്ല, പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നില്ല, പിള്ളേർ ഫുൾ ടൈം സ്ക്രീൻ നോക്കിയിരിക്കുന്നു, ടി വി നോക്കിയിരിക്കുന്നു. ഓക്കെ, ജസ്റ്റ് ബ്രിങ് ദം ഹിയർ. ജസ്റ്റ് എക്സ്പ്ലെയിൻ ആൻഡ് എക്സ്പീരിയൻസ് വാട്ട് എക്സാക്ട്ലി ദേ ആർ. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മളറിയാത്ത ഒത്തിരിയേറെ അറിവുകളും കഴിവുകളും കൗതുകങ്ങളും അവരുടെ ഉള്ളിൽ കിടപ്പുണ്ടായിരിക്കും. അതെല്ലാം ചെയ്തു നോക്കാൻ പറ്റിയ 5 ഫ്ലോറിലായിട്ട് നീണ്ടു നിവർന്ന് കിടക്കുന്ന വലിയൊരു പ്ലാറ്റ്ഫോമാണിത്. 5 നിലകൾ. അത് അന്ന് ഓരോരോ സെക്ഷനായിട്ട് കിടക്കുകയാണ്. ലൈഫിനെ കുറിച്ചുണ്ട്, മാഗ്നറ്റുകൾ, കറണ്ട്, പവർ എങ്ങനെ ജനറേറ്റ് ചെയ്യുന്നു, ഫാഷൻ എങ്ങനെ ഉണ്ടാകുന്നു. ഇതെല്ലാം ചുമ്മാ ഒരിടത്തൊരു എക്സിബിഷൻ പോലെ ഒരു എക്സിബിറ്റ് ഐറ്റം എടുത്ത് വെച്ചിട്ട് അതിന് മുമ്പാകത്ത് എഴുതി വെക്കുകയല്ല ചെയ്തിരിക്കുന്നത്. നമുക്കത് ഓരോന്നും എക്സ്പെരിമെൻറ്റ് ചെയ്യാം. അതിന് അങ്ങനത്തെ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓരോ സാധനങ്ങളും എടുത്ത് വെച്ചിട്ട് ആ പരീക്ഷണം കഴിഞ്ഞ് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ എന്നതാ ഇപ്പോൾ നടന്നെന്നുള്ളത്. നമ്മൾ പോലും അറിയാതെ നമ്മളുടെ ഒരു ശാസ്ത്രജ്ഞനായി മാറുന്നത് നമ്മൾ കാണും, അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരങ്ങനെ ആകുന്നത് നമ്മൾ കാണും. ഞാൻ ഫോട്ടോഗ്രാഫറാണ്, ക്യാമറയും കൊണ്ട് വർഷങ്ങൾ നടക്കുന്നതാണ്. പക്ഷേ ഒരു നിസ്സാര ഒരു എക്യുപ്മെൻറ്റിൻ്റെ ഒരു സീരീസ് അവിടെ വെച്ചിരിക്കുന്നത് വെച്ചുകൊണ്ട് ഈ കുഞ്ഞി പിള്ളേർക്ക് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി എങ്ങനെയാണ് സിംഗിൾ പിക്സൽ കൊണ്ട് ഒരു ക്യാമറ, ഒരു മൈക്രോ സെൻസർ വെച്ച് ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്തെന്ന് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. ഇത്രയും കാലം ഞാനത് ആലോചിച്ചാൽ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് അത്ര മനോഹരമായിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഇതുപോലെ 100 കണക്കിന് സാധനങ്ങൾ നമ്മുടെ നാട് ചുറ്റും കിടക്കുന്നൊരു സംഭവം. ആകെ ശ്രദ്ധിക്കാനുള്ളത്, പാർക്കിംഗ് കഴിവതും നിങ്ങൾ പാർക്കിങ്ങും ടിക്കറ്റും ബുക്ക് ചെയ്തിട്ട് വരിക, അതായിരിക്കും നല്ലത്. പാർക്കിങ്ങിന് അവിടെ കിട്ടും, പക്ഷേ ആ സെൻറ്ററിനകത്ത് കയറിയാൽ മാത്രമേ പാർക്കിംഗ് ടിക്കറ്റ് എടുക്കാനുള്ള മെഷീനുള്ളൂ. ആ പാർക്കിംഗ് ഏരിയയിലൊന്നും ഇല്ല. അതുകൊണ്ട് അതൊരു പ്രോബ്ലമാണ്. ബുക്ക് ചെയ്തിട്ട് വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അധികം വലിയ എക്സ്പ്ലനേഷൻസ് ഒന്നും പിള്ളേർക്ക് കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. അത് ഒത്തിരിയേറെ ഒഴിവാക്കുന്ന മാതാപിതാക്കന്മാരെ അറിയാം. അതുകൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കണം നിങ്ങൾക്ക് ഇതിനകത്തൊക്കെ അറിവ് വേണം, അല്ലെ പിള്ളേർ നിങ്ങളെ കൊച്ചാക്കുകയാണെന്ന്. പിള്ളേർ നിങ്ങളെക്കുറിച്ച് മറന്നേ പോകും. അവരവരുടെ വഴിക്ക് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു ഫ്ലോർ ചെയ്ത് അടുത്തതിലോട്ട്, ഒരു ഫ്ലോർ എക്സ്പെരിമെൻറ്റ് അടുത്തതിലോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കാരണം അത് മൊത്തം സെൽഫ് എക്സ്പ്ലനേറ്ററിയാണ്. അവർക്കത് വായിച്ച് നോക്കേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു സ്റ്റാർട്ടറിനോ സ്റ്റോപ്പറിനോ അല്ലെങ്കിൽ ഒരു പോസെന്നോ ഒരു സ്വിച്ച് ഞെക്കിയിട്ട് അല്ലെങ്കിൽ അതിനകത്ത് കാണിക്കുന്ന 1-2 സാധനങ്ങൾക്ക് അത് തൊട്ട് നോക്കി കഴിയുമ്പം വളരെ സേഫായിട്ട് അവരെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അതിൻ്റെ കളർ എലിമെൻറ്റുകളായിക്കോട്ടെ, അതിൻ്റെ സ്റ്റൈലുകളായിട്ട് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമുക്കതൊരിക്കലും ബോറടിക്കില്ല. അതുകൊണ്ടാണ് എടുത്തു പറയുന്നത്, എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസ്ഗോയിൽ വന്നിട്ട് നിങ്ങൾക്ക് പിന്നെ നേരത്തെ പറയാം, ഒരു 10 മിനിറ്റ് അല്ല 20 മിനിറ്റ് ചിലവഴിച്ചിട്ട് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് 4 ഫോട്ടോ എടുത്തിട്ട് പോകുന്ന പരിപാടിക്കാണെങ്കിൽ വരരുത്. അതിന് പറ്റിയ സ്ഥലമല്ല. അതിന് പറ്റിയ ആ സ്ഥലമാണ്. വെളിയിൽ നിന്ന് ആ കെട്ടിടത്തിന് മുമ്പിൽ ഫോട്ടോ എടുത്തിട്ട് പോകാം. എൽസ പറഞ്ഞതിനെ കുമ്പളപ്പം മടക്കി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പോലത്തെ ബിൽഡിങ്ങാണിത്. പക്ഷേ അകത്ത് കയറിയാൽ അതൊരു അര ദിവസം മിനിമമാണ് പറഞ്ഞത്. ഞങ്ങളുടെ ഒരു ദിവസം മുഴുവൻ പോയി കേട്ടോ. രാവിലെ കയറി വൈകിട്ട് വരെയും ഞങ്ങൾ അതിനകത്ത് തന്നെയായിരുന്നു. അവരവസാനം മമ്മിയൊക്കെ കൂടി ഇറക്കി വിടുക ചെയ്തത്. ഓടം വെച്ച് എന്ന് പറഞ്ഞ് അവസാനം 3-ാം നിലയിൽ നിന്ന് ഓടിച്ചു വിട്ട്. അതാണ് ഉണ്ടായത്. പക്ഷേ അത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ടിരിക്കും. നമുക്ക് ചിന്തിക്കുക കൂടി ചെയ്യാത്ത, നമ്മളൊക്കെ എന്നും കടന്നു പോകുന്ന എക്സ്പീരിയൻസ് കൊണ്ടുപോയിരിക്കുന്ന ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മൾ നേരിട്ട് പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുന്നു.